എല്ലാവർക്കും സീന ബൈ പാർവണത്തിലേക്ക് സ്വാഗതം. ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി ചോറാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് തക്കാളി ചോറ് പ്രിപ്പയർ ചെയ്യാം. അതിനായി ഞാൻ 1.5 ഗ്ലാസ് ബസ്മതി റൈസ് ഇന്നലെ രാത്രി തന്നെ വേവിച്ച് വെച്ചിരുന്നത്. ഇന്ന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളി ചോറ് തയ്യാറാക്കുന്നത്. അപ്പം തക്കാളി ചോറിനുള്ള ചോറ് നമ്മൾ രാവിലെ വേവിച്ചെടുക്കുമ്പോഴാണെങ്കിൽ അത് നല്ല ചൂടോട് കൂടിയാകുമ്പോൾ പൊട്ടിപ്പോകും. അതിനാണ് രാത്രി ഞാൻ കിടക്കാൻ നേരമായപ്പോഴത്തേക്ക് ഇത് വേവിച്ചിങ്ങനെ വെച്ചത്. അപ്പോൾ ഇതാകുമ്പോൾ ഓരോ ചോറായിട്ട് ഇങ്ങനെ വിട്ട് കിടക്കും. അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇത് തയ്യാറാക്കാൻ താമസം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 സ്പൂണ് ഗരം മസാലയാണ്. ഗരം മസാല പൊടിച്ച 1 സ്പൂണ് ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 5-6 കുരുമുളക് ചതച്ചതുണ്ട്. 1 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയുണ്ട്. ഇത് മിക്സിക്കകത്തിട്ട് അതിൽ അടിച്ച് ചേർക്കാനുള്ളതാണ്. ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും കൂടെ ചതച്ചതാണ്. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നെയ്യും വെളിച്ചെണ്ണയിലുമാണ്. പിന്നെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഇതിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാൻ പോവുകയാണ്. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് കടുക് ചേർക്കാൻ പോകണം. ഇതിലേക്ക് ഈ ഗരം മസാല പൊടിച്ചത് ചേർക്കാൻ പോകണം. കാരണം വലിയ മസാല എൻ്റെ കയ്യിലില്ല. ഉള്ള മസാല ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഈ ഗരം മസാലയുടെ പൊടിയാണ് ഞാൻ ചേർത്തത്. ഈ 3-4 കുരുമുളകും കൂടെ പൊടിച്ചത് ചതച്ചിട്ടേ ഉള്ളൂ. കുരുമുളക് പൊടിയല്ല, അതുകൂടി ഇതിലേക്ക് ഇട്ടു. ഇനി ഞാൻ സവാള ചേർത്ത് വഴറ്റാൻ പോവാണ്. പിന്നെ ഇതിനകത്ത് പച്ചപ്പട്ടാണിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിടാം. ഞാൻ പാചകം ചെയ്യുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ചേർക്കാൻ പോവുകയാണ്. ഇപ്പം മണ്ഡലകാലമൊക്കെ ആയില്ലേ, അപ്പോൾ ഇനി ഈ സ്കൂളിലൊക്കെ ലഞ്ചിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഈ തക്കാളി ചോറ്. ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എല്ലാവരും നോയമ്പിലാണ്. നോക്കുകയാണെങ്കിൽ അധികം തക്കാളി ചേർക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു. പുളി ഒത്തിരി വേണ്ടാന്ന്. അല്ലെങ്കിൽ മോളുടെ സ്കൂളിലൊന്നും പിന്നെ ആണെങ്കിൽ ലഞ്ചിനൊന്നും നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർക്ക് വെജിറ്റേറിയൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ സൈഡായിട്ട് കൊണ്ടുപോകുന്നത് സലാഡും പപ്പടവുമാണ്. നന്നായിട്ട് തക്കാളി ഒന്ന് വെന്ത് തുടങ്ങി വരട്ടെ. ഞാനൊരു തക്കാളി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചേർക്കുന്ന മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറും കാശ്മീരി മുളക് പൊടിയുമാണ് ഇത് ഞാൻ ചേർക്കുന്നത്. ചിലവരാണെങ്കിൽ കായപ്പൊടി ചേർക്കും. ഞാൻ കായപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന ഈ തക്കാളിയോട് ഇത് ചേർക്കുകയാണ്. 1 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന
കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. അടിച്ചു വെച്ച തക്കാളി ചേർത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കൂടി ഇടുക. എനിക്ക് ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. അപ്പം കുറച്ച് സജഷൻസുകളൊക്കെ വരുന്നുണ്ട്. എല്ലാ സജഷനുകളും സ്വീകരിക്കുന്നു. വെജിറ്റേറിയൻ ഫുഡ് കാണിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് കുറേ വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ ആയിരിക്കും ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവിധ സജഷനുകളും ക്ഷണിക്കുന്നു. അന ബൈ പാർവണം എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഞാൻ ടൊമാറ്റോ അടിച്ച് വെച്ച ആ മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കുക. ഞാനിതിലേക്ക് 3/4 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഈ ഗ്രേവിയിലൊക്കെ പിടിക്കാൻ വേണ്ടി ഇപ്പോഴാണ് ഉപ്പ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന 2-3 കാഷ്യൂ കൂടെ ചേർക്കുകയാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ റൈസ് ആയിട്ടുണ്ട്. ഇത് എന്തായാലും ഒരു 5 മിനിറ്റ് കൂടെ ഞാനൊന്ന് അടച്ചു വെക്കാൻ പോവുകയാണ്. ആ ചതച്ച കുരുമുളകിൻ്റെയും കാശ്മീരി മുളക് പൊടിൻ്റെയൊക്കെ നല്ല എരിവുണ്ട്. ആവശ്യമുള്ളവർ തുറന്ന് നോക്കി കഴിയുമ്പോൾ ഉപ്പിന് വല്ലതും കുറവുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കണം. ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാനൊരു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തായിരുന്നു. ടൊമാറ്റോ റൈസ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വാങ്ങി വെച്ച് ലഞ്ച് ബോക്സിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിൽ സൈഡായിട്ട് കൊണ്ടുവന്നത് അച്ചാറും പപ്പടവും സലാഡുമാണ്. ഇഡലി ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലി സാമ്പാറുമാണ്. ചിലർ തക്കാളി ചോറൊക്കെ സാമ്പാർ ഒഴിച്ച് കഴിക്കും. ഇവിടെ ടൊമാറ്റോ റൈസിനുള്ള സലാഡ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പകുതി തക്കാളിയും ഒരു ചെറിയ സവോളയും ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് തൈര് ഒഴിച്ചൊരു സലാഡ്. ഉണ്ടാക്കാൻ പോവാണ്. ടൊമാറ്റോ റൈസിന് കൊണ്ടുപോകാനുള്ളത്. ലഞ്ച് ബോക്സിലേക്ക് ടൊമാറ്റോ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ലഞ്ച് ബോക്സിലേക്ക് ടൊമാറ്റോ റൈസ് ഇട്ടു.
ഇതിലേക്ക് സലാഡ്. കഴിഞ്ഞ ദിവസം ഇട്ട വെട്ടുമാങ്ങ അച്ചാറാണ് ഈ ലഞ്ച് ബോക്സിലേക്ക് വെക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഇത് ഒരാഴ്ച കഴിഞ്ഞ് എടുക്കാമെന്ന്. പക്ഷെ ഒരാഴ്ച ഒന്നും ഇരുന്നില്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ മുകളിൽ ഇത് എടുത്തു. ഇത്രയായി വെട്ടുമാങ്ങ അച്ചാറ്. കൊണ്ടുപോകാനുള്ള സലാഡായിട്ടുണ്ട്, അച്ചാറായിട്ടുണ്ട്, ചോറ് നിറച്ച്. ഇനി പപ്പടം കൂടെ എടുക്കണം. പപ്പടം ഇതിലേക്ക് പൊടിച്ച് ചേർത്താൽ കൊടുത്തു. പപ്പടം എപ്പോൾ കൊണ്ടുപോലും ഇതുപോലെ ഒരു ടിന്നിനകത്തോട്ട് പൊടിച്ചോണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ റൈസ് എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം.